നമസ്തേ. പ്രണവ് സംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള പ്രദക്ഷിണം എന്ന പദത്തിൻ്റെ അർത്ഥത്തെയും അതിൻ്റെ ശബ്ദാർത്ഥത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രദക്ഷിണം അല്ലെങ്കിൽ വലം വയ്ക്കുക എന്നൊരു കാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ ആ പ്രദക്ഷിണത്തെ പ്രധാനമാക്കി നിർത്തിക്കൊണ്ട് പ്ര എന്ന് പറയുന്നത് പ്രകർഷേണ എന്ന അർത്ഥവും, ദ എന്ന് പറയുന്നത് മോക്ഷത്തെയും, ണം എന്ന് പറയുന്നത് ക്ഷേമ ഐശ്വര്യങ്ങളെയും കുറിക്കുന്നു. അതായത് പ്രദക്ഷിണം എന്ന ആ കർമ്മത്തിലൂടെ മോക്ഷം, അരോഗാവസ്ഥ, ക്ഷേമ ഐശ്വര്യങ്ങൾ എന്നിവ നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്ന ഏതൊരു ഭക്തനും ദേവനെയോ ദേവിയെയോ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ച് വേണം ദേവനെ തൊഴുവാനായിട്ട്. അതായത് മനസ്സിനെ ഏകാഗ്രമാക്കി കൈകൾ കൂപ്പി ഇഷ്ടദേവതയെയോ ഇഷ്ടദേവനെയോ സ്മരിച്ച് നാമങ്ങൾ ചൊല്ലിയും അതുപോലെ പ്രാർത്ഥനകൾ ചൊല്ലിയും അടിവെച്ച് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യാവുന്നതാണ്. ഓരോ ദേവനും പറഞ്ഞിരിക്കുന്ന പ്രദക്ഷിണ സംഖ്യ പ്രദക്ഷിണം പൂർത്തിയാക്കി അകത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം ക്ഷേത്രത്തിന് പുറത്തുള്ള പ്രദക്ഷിണം ചെയ്യുന്നത് ഏറെ ഉത്തമമാണ്. അതായത് അകത്തെ പ്രദക്ഷിണ വഴിയിലൂടെ വലം വെച്ച് പുറത്തിറങ്ങി നാലമ്പലത്തിന് പ്രദക്ഷിണം ചെയ്യുന്നത് അകത്തെ പ്രദക്ഷിണത്തെക്കാളും 3 ഇരട്ടി ഫലം നമുക്ക് പ്രദക്ഷിണത്തിലൂടെ ലഭിക്കുന്നതായിരിക്കും. ആയതിനാൽ ക്ഷേത്രത്തിന് ദേവന് പ്രദക്ഷിണം ചെയ്യുന്നതും അതുപോലെ തന്നെ പുറത്തിറങ്ങി നാലമ്പലത്തിന് പ്രദക്ഷിണം ചെയ്യുന്നതും ഏറെ ഗുണാനുഭവങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള രോഗശാന്തി, അതുപോലെ തന്നെ രോഗമുക്തി, മറ്റ് ഫലങ്ങൾ നമുക്ക് പ്രദക്ഷിണത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ആയതിനാൽ ഓരോ ക്ഷേത്രത്തിൽ ചെന്നാലും ദേവന്റെ മൂലമന്ത്രങ്ങളും ധ്യാന ശ്ലോകങ്ങളും ചൊല്ലി ക്ഷേത്രത്തിന് പുറം പ്രദക്ഷിണവും അതുപോലെ ക്ഷേത്രത്തിന് പ്രദക്ഷിണവും ചെയ്യുന്നത് ഏറെ ഉത്തമമാണ്. ഞാൻ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു ഓഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.